اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഏറെ പ്രിയമുള്ളവരെ, ഞങ്ങളുടെ മകൾ അമാനയും വെളിയങ്കോട് കാഞ്ചേരി കുഞ്ഞു ബാപ്പുട്ടി മകൻ ഫാത്തിമ തമ്മിലുള്ള മകൻ ഹുസൈനും തമ്മിലുള്ള വിവാഹമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അവർക്കുണ്ടാകണം എന്ന് ആദ്യമായി ഉത്ബോധിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വിവാഹ ജീവിതത്തെപ്പറ്റി ഇൻഷാ അല്ലാഹ് ബഹുമാന്യനായ അബ്ദുൽ മജീദ് സലാഹി നിങ്ങളോട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് സംസാരിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ്. ഓക്കെ, അസ്സലാമു അലൈക്കും. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദൻ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഏറെ സന്തോഷകരമായ ഒരു പുണ്യകർമ്മത്തിന് സാക്ഷികളാകുവാനും ഇന്നിവിടെ വിവാഹിതരാകുന്ന നമ്മുടെ ഈ മക്കൾക്ക് ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി പ്രാർത്ഥിക്കാനുമാണ് നാം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇന്നിവിടെ വിവാഹിതരാകുന്നത് അമാനയും ഹുസൈനുമാണ്. അമാന നമ്മുടെ പ്രിയപ്പെട്ട ഇബ്രാഹിം സാഹിബിന്റെ മകളാണ്. അതോടൊപ്പം നമുക്കൊക്കെ ഏറെ ആദരവുള്ള, ബഹുമാനമുള്ള മർഹൂം മൊയ്തീൻ സാഹിബിന്റെ പേരക്കുട്ടിയുമാണ്. ഈ കൊപ്രക്കളം കയ്പമംഗലം സ്വദേശിയാണ്. വരൻ ഹുസൈൻ എൻ്റെ ഒരു വിദ്യാർത്ഥി കൂടിയാണ്, വെളിയങ്കോട് സ്വദേശിയാണ്. മർഹൂം കുഞ്ഞിബാപ്പുട്ടിയുടെ പുത്രനാണ്. നമുക്കൊക്കെ അറിയാവുന്ന, വളരെ അറിയപ്പെടുന്ന ഒരു ഫാമിലിയിലെ വരനാണ് ഹുസൈൻ. ദീർഘമായ ഒരു പ്രസംഗത്തിന്റെ ആവശ്യം ഇത്തരം സന്ദർഭത്തിൽ ആവശ്യമില്ല. എന്നാലും 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ വിവാഹം പുണ്യകർമ്മമാണ്. അന്നിക്കാഹു മിൻ സുന്നത്തി ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിവാഹം എന്നുള്ളത് നബിചര്യയാണ്, എൻ്റെ ചര്യയാണ്. അതിനെ ആരെങ്കിലും വെറുക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ ചര്യയെ വെറുക്കുന്നവനാണ്. അവർ പുണ്യകർമ്മത്തിനാണ് നാം ഇവിടെ സാക്ഷിയാവുന്നത്. ഏതൊരു പുണ്യകർമ്മത്തിൻ്റെയും ആത്മാവ് പ്രാർത്ഥനയാണ്. ഈ വിവാഹവും പ്രാർത്ഥനാ നിർഭരമായ ഒരു സദസ്സിലാണ് നടക്കുന്നത്. പ്രാർത്ഥനയോടുകൂടിയാണ് നാം ഈ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ കൂടിയവരെല്ലാം ഈ മക്കൾക്ക് ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അതാണ് ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏതൊരു പരീക്ഷണങ്ങളെയും അതിജീവിക്കുവാനുള്ള ആന്തരികമായ കരുത്തും ബലവും നൽകുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന മറക്കാൻ പാടില്ല. പലപ്പോഴും വിവാഹവേദികളിലെ ആർഭാടങ്ങൾ കൊണ്ട്, വിവാഹവേദിയിലെ ബഹളങ്ങൾ കൊണ്ട് മനുഷ്യർ മറക്കുന്ന ഒന്നാണ് പ്രാർത്ഥന എന്നുള്ളത്. ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത് പ്രാർത്ഥന മറക്കാതിരിക്കുക എന്നുള്ളതാണ്. 2, ഇസ്ലാമിൽ വിവാഹം എന്ന് പറയുന്നത് സുദൃഢമായ ഒരു കരാറാണ്. വഅഖദന മിൻകും മീസാഖൻ ഗലീള. വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇത് ദൃഢമായ, ബലമുള്ള ഒരു കരാറാണ്. ഈ അഗ്രിമെന്റ് സ്വർഗം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമാണ്. ഇന്നോ നാളെയോ അവസാനിക്കാനുള്ള ഒരു ബന്ധമല്ല. സ്വാഭാവികമായും പരസ്പരം അറിഞ്ഞും പൊരുത്തപ്പെട്ടും അറിയിച്ചും ക്ഷമിച്ചും സഹിച്ചും
മുന്നോട്ട് പോകേണ്ട പവിത്രമായ ഒരു ബന്ധമായിട്ടാണ് വിവാഹത്തെ ഇസ്ലാം കാണുന്നത്. കരാർ എന്ന് പറയുമ്പോൾ ആ കരാറിനെ ഇരുകൂട്ടരും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവര് വിവാഹത്തിന്റെ അർത്ഥമെന്ത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വിവാഹം ഒരിക്കലും ഒരു മനുഷ്യനെ കുടുക്കിയിടുന്ന ഒരു ഏർപ്പാടല്ല. പൊതുവെ അങ്ങനെയാണ് ആളുകൾ പറഞ്ഞു പ്രചരിപ്പിക്കാറുള്ളത്. വിവാഹത്തോടുകൂടി നിന്റെ കാല് കെട്ടി നിന്റെ പാറിപ്പറക്കൽ നിന്നു, എന്നാൽ സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കാൻ കഴിയുന്ന അനിർവചനീയമായ ഒരു അനുഭൂതി പകരുന്ന മധുരമുള്ള നാളുകളിലേക്കാണ് വിവാഹം ഒരു മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അയാളുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുന്നു. വിശുദ്ധ ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചത് മവദ്ദത്തം വറഹ്മ എന്നാണ്. കാരുണ്യവും സ്നേഹവും ചേർത്ത് നിർത്തലുകളാണ് വിവാഹത്തിൽ ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഒരാളെ ചേർത്ത് നിർത്താൻ കഴിയുന്നത്? അയാളെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ കഴിയുന്നത് അയാൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോഴാണ്. ഹുസൈനെ അമാനയെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോഴാണ് ഹൃദയത്തിൽ സ്ഥാനം നൽകാൻ കഴിയുന്നത്. അമാനയ്ക്ക് തിരിച്ചും അങ്ങനെയാണ്. ഇങ്ങനെ ചേർത്ത് നിർത്തുമ്പോൾ ആ ജീവിതത്തിനൊരു മധുരമുണ്ടാകും. അത് മടുപ്പുളവാക്കാത്ത ജീവിതമായിരിക്കും. അത് കല്യാണത്തിന്റെ ഈ പുതുക്ക ദിനങ്ങളിൽ അവസാനിക്കുന്നതല്ല, അല്ലെങ്കിൽ ഭൗതിക ആഡംബരങ്ങൾ അവസാനിക്കുന്നതോടുകൂടി, ഭൗതിക സുഖ സൗകര്യങ്ങൾ അവസാനിക്കുന്നതോടുകൂടി അവസാനിക്കുന്നതല്ല. മറിച്ച് വാർദ്ധക്യത്തിലും ആ സ്നേഹം നുകരാൻ അനുഭവിക്കാൻ കഴിയുന്ന സുന്ദരമായ നാളുകൾ സമ്മാനിക്കുന്നതാണ്. നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയും വിവാഹിതരായ ആളുകൾ വലിയ മാതൃകാ ദമ്പതികളായി ജീവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവർ വാർദ്ധക്യത്തിൽ എത്തിയാലും സ്നേഹം കൈമാറിക്കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കുന്ന ആളുകളെ കാണാൻ കഴിയുന്നു. ഇതൊക്കെ ഏതെങ്കിലും ഭൗതികമായ താല്പര്യങ്ങളുടെ പേരിലല്ല. അവരുടെ ഹൃദയത്തിൽ, രണ്ടുപേരുടെയും ഹൃദയത്തിൽ അവരെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. അതാണ് കാരുണ്യത്തിൽ പൊതിഞ്ഞ സ്നേഹം എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. മൂന്നാമതായി എനിക്ക് പറയാനുള്ളത് അള്ളാഹുവിന്റെ വിധിയെ നിങ്ങൾ തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് വിധിച്ചതിൽ നിങ്ങൾ തൃപ്തിപ്പെടുക, എങ്കിൽ നീ ആയിരിക്കും ഭൂമിയിലെയും ഒക്കെ പിന്നാലെ ഓടുകയാണ്. മറ്റുള്ളവരുടെ സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളും കണ്ടുകൊണ്ട് സ്വസ്ഥത നശിപ്പിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൈവം നൽകിയതിൽ തൃപ്തിയടയാതെ മറ്റുള്ളവരുടെ അത്യാഡംബര ജീവിതത്തിൽ അതിശയിച്ചുകൊണ്ട് നമ്മുടെ സ്വാസ്ഥ്യവും സമാധാനവും നശിപ്പിക്കുന്ന ഒരു പ്രവണത ഇന്ന് വളരെ പ്രകടമായിട്ട് സമൂഹത്തിൽ കാണാൻ കഴിയും. നമ്മൾ അനുഭവിക്കുന്ന സ്വസ്ഥതയും സമാധാനവും ചില്ലറയല്ല എന്ന് ഇരുന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ നമ്മൾ എപ്പോഴും മറ്റുള്ളവരിലേക്കാണ് കണ്ണുപായിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ കണ്ണുപായിക്കുക. അപ്പൊ അവിടെ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ ഓരം ചേർക്കപ്പെട്ടവരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. പ്രയാസം അനുഭവിക്കുന്നവരെ കാണാൻ കഴിയും. അവിടെയാണ് മനുഷ്യന് സ്വസ്ഥതയും സമാധാനവും എത്രത്തോളം എനിക്കുണ്ട് എന്റെ ജീവിതത്തിൽ എന്ന് ചിന്തിക്കാൻ കഴിയുക. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അള്ളാഹു നിനക്ക് വിധിച്ചതിൽ നീ തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അധ്വാനിക്കേണ്ടതില്ലെന്നോ പ്രയത്നിക്കേണ്ടതില്ലെന്നോ നാം നിന്ന നിൽപ്പിൽ നിൽക്കണമെന്നോ അല്ല. മറിച്ച് മനുഷ്യൻ പരിശ്രമിക്കണം, അധ്വാനിക്കണം, സമ്പത്ത് അവൻ ഉണ്ടാക്കണം, ഭൗതിക സുഖ സൗകര്യങ്ങൾ അവൻ ആവശ്യമാണ്. ഇതോടൊപ്പം തന്നെ ദൈവം നൽകിയതിൽ അവന് തൃപ്തിപ്പെടാൻ കഴിയണം. ഇവിടെ ഹുസൈനും അമാനയും വിവാഹിതരാകുന്നത് ഒരു ദിവ്യ കൽപ്പനയുടെ ഭാഗമായിട്ടാണ്, വിധിയുടെ ഭാഗമായിട്ടാണ്. വെളിയങ്കോട് നിന്ന്, പൊന്നാനിയിൽ നിന്ന് ഈ തൃശ്ശൂര് വന്ന് അമാനയെ വിവാഹം കഴിക്കണമെന്നത് അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ്, ദൈവനിശ്ചയമാണ്. ദൈവനിശ്ചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതിൽ വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാം. നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും അതൊക്കെ നടപ്പിലാക്കുന്നത് ദൈവമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് എന്റെ മുന്നിലിരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും. നമുക്കൊരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ കഴിയും, പക്ഷേ അതൊക്കെ നടപ്പിലാക്കാനുള്ള അനുമതി, തൗഫീഖ് അള്ളാഹുവാണ് നമുക്ക് നൽകുന്നത്. അതിനെ നിരന്തരമായിട്ട് നാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയാ, ഈ ദുനിയാവിലെ വിഭവങ്ങൾ നിങ്ങൾക്ക് ഞാൻ വീതം വെച്ച് തന്നിരിക്കുന്നു. നിങ്ങൾക്ക് സമ്പത്ത്, നിങ്ങൾക്ക് സന്താനം, ആരോഗ്യം, സുഖ സൗകര്യങ്ങള്, അധികാരം, സ്വാധീനം, ഇതൊക്കെ ദൈവത്തിന്റെ വീതം വെപ്പാണ്. ഒരാൾക്ക് കൂടുതൽ ഉണ്ടാവാം, കുറവുണ്ടാവാം. സൗന്ദര്യം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ളത് പരീക്ഷണമാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുണകരമാവാം. ഇതൊന്നും നമുക്കറിയില്ല.
ഇതൊക്കെ തന്നെയും അള്ളാഹുവിന്റെ വീതം വെപ്പാണ്. ഇതിലൊക്കെ തൃപ്തിപ്പെട്ട് ജീവിക്കുമ്പോൾ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന സംതൃപ്തിയും സമാധാനവും അത് ചെറുതല്ല. അതാണ് നമുക്ക് അമാനയോടും ഹുസൈനോടും ഒക്കെ പറയാനുള്ളത്. ജീവിതം എന്ന് പറയുന്നത് രണ്ടുപേരും ചേർന്ന് ജീവിക്കേണ്ടതാണ്. രണ്ടുപേരും ചേർന്നുകൊണ്ടാണ് ഈ വലിയ കടൽ താണ്ടിക്കടക്കേണ്ടത്. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും, ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകും, കയറ്റിറക്കങ്ങൾ ഉണ്ടാവും. എന്നും ഈ ഭൗതികമായ പളവളപ്പിൽ നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. രോഗങ്ങൾ വരാം, പ്രയാസങ്ങൾ വരാം, പരീക്ഷണങ്ങൾ വരാം. അതൊക്കെ ദൈവികമായ പരീക്ഷണങ്ങളാണ്. അതിനെയൊക്കെ അതിജയിക്കുവാനുള്ള ആന്തരികമായ ബലമാണ്, ഈമാനാണ് വിശ്വാസികളായ നാം നേടിയെടുക്കേണ്ടത്. നാലാമതായിട്ട് അള്ളാഹുവിന്റെ ബറക്കത്തിന് വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹുമ്മ ബാരിക് മിൻ അഹ്ലിനാ വ അംവാലിനാ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ സമ്പത്തില് ഒക്കെ ഞങ്ങൾക്ക് നീ ഐശ്വര്യം നൽകണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ബറക്കത്ത് നൽകാൻ അള്ളാഹുവിന് മാത്രമാണ് സാധിക്കുക, മറ്റാർക്കും സാധിക്കില്ല. അത് എവിടെന്തെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാനോ കിട്ടുന്ന ഒന്നല്ല. അത് ദൈവത്തിന്റെ ഗിഫ്റ്റാണ്, ഗിഫ്റ്റ് ഓഫ് ഗോഡ്, അള്ളാഹുവിന്റെ സമ്മാനമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കുറവുണ്ടെങ്കിലും നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള ഒരു ശക്തിയാണ് അള്ളാഹുവിന്റെ ബറക്കത്ത് എന്ന് പറയുന്നത്. അതോടൊപ്പം ഒരു ടെൻഷന്റെ കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ കുട്ടി മുതൽ വാർദ്ധക്യത്തിലേക്ക് കാലെടുത്ത് വെച്ച ഒരാൾ വരെ എന്ത് ചോദിച്ചാലും ടെൻഷനാണ്, മനസ്സിനൊരു സുഖമില്ല, ടെൻഷനാണ്, പ്രയാസങ്ങളാണ്, പ്രതിസന്ധികളാണ്. ഇതിനെക്കുറിച്ചാണ് മനുഷ്യൻ എപ്പോഴും പറയുന്നത്. ഒരു പോസിറ്റീവായ ചിന്ത നമ്മുടെ ജീവിതത്തിൽ നിന്ന് പലപ്പോഴും കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സംസാരിക്കുന്ന ആളുകളും അങ്ങനെയാണ്, നെഗറ്റീവ് എനർജിയാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അമാനക്കും ഹുസൈനും നമ്മൾ നൽകേണ്ടത് പോസിറ്റീവ് എനർജിയാണ്. അവർക്ക് കഴിയും, അവർക്ക് എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങൾക്ക് നല്ലൊരു ജീവിതമുണ്ട് എന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങളും സപ്പോർട്ടുകളുമാണ് നമുക്കിടയിൽ ഉണ്ടാവേണ്ടത്, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവേണ്ടത്. പലപ്പോഴും നെഗറ്റീവ് എനർജി നാശത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുക എന്നുകൂടി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതത്തില് കൺകുളിർമ നൽകുന്ന മക്കളെ നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ ഇങ്ങനെ പ്രാർത്ഥിക്കുമെന്ന് ഖുർആൻ പറയാ. എന്താ അവരുടെ പ്രാർത്ഥന? അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിൽ നിന്ന്, ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ എന്ന്. എന്താ ഈ കൺകുളിർമ എന്ന് പറഞ്ഞാൽ? എന്റെ ഭാര്യയെ കാണുമ്പോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ കാണുമ്പോ, നിങ്ങളുടെ ഭർത്താവിനെ കാണുമ്പോ, നിങ്ങളുടെ മക്കളെ കാണുമ്പോ നിങ്ങൾക്ക് കാഴ്ചയിലും കേൾവിയിലും ഒരു പുതുമയുണ്ടാവുക എന്നതാണ് കൺകുളിർമ എന്ന് പറഞ്ഞാൽ. ഒരു മടുപ്പുളവാക്കാത്ത അവസ്ഥ, സന്തോഷം നൽകുന്ന അവസ്ഥ. ആ അവസ്ഥ ഒരു രക്ഷിതാവിന് അനുഭവിക്കാൻ കഴിയണം. ഇവിടെ മക്കൾ വിവാഹിതരാകുമ്പോ ഇവിടെ ഹുസൈന്റെ കുടുംബത്തിനും അതുപോലെ തന്നെ അമാനയുടെ കുടുംബത്തിനും ഉണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം അവരുടെ ഭാവി ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ചു കൊടുക്കുകയാണ്. ഒരു ട്രസ്റ്റിന്റെ, ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആ വിശ്വാസം കളഞ്ഞു കുളിക്കാതെ നമ്മുടെ ഐഡന്റിറ്റി, ഇസ്ലാമിക് ഐഡന്റിറ്റി കാത്തു സൂക്ഷിച്ചുകൊണ്ട്, ഇസ്ലാമിക് കൾച്ചർ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഇവർ രണ്ടുപേരെയും ഉണർത്തുകയും ബാറക്കല്ലാഹു ലകു വബാറക അലൈക വജമഅ ബൈനകുമാ ഫീ ഖൈർ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യണം. കാരണം അല്ലാഹുവേ, ഇവർക്ക് നീ ബറക്കത്ത് നൽകണം, ഐശ്വര്യം നൽകണം, ഐശ്വര്യത്തിലും അഭിവൃദ്ധിയിലും ഇവരെ നീ ഒരുമിപ്പിക്കണമെന്ന പ്രാർത്ഥന നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തട്ടി ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദമ്പതികളില് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട, അവരുടെ കുടുംബങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒത്തുകൂടൽ എല്ലാ നിലക്കും ഐശ്വര്യത്തിന്റെയും അഭിവൃദ്ധിയുടെയും ഒത്തുകൂടലാക്കി അള്ളാഹു തീർക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വ മൗലാഹാ. اللهم إنا نسألك الهدى والتقى والعفاف والغنى يا أرحم الراحمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ഈ വിവാഹത്തിന് മഹറായി നിശ്ചയിച്ചിട്ടുള്ളത് സ്വർണ്ണാഭരണമാണ്. മറ്റേതെങ്കിലും ഉടമ്പടിയോ കരാറുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ആചാരങ്ങളോ അനാചാരങ്ങളോ ഇല്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ള ഒരു വിവാഹമാണിത്. അതിൽ നമുക്കൊക്കെ അഭിമാനിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്റെ മകൾ അമാനയെ ഈ സ്വർണ്ണാഭരണം മഹർ നിശ്ചയിച്ചുകൊണ്ട് താങ്കൾക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. താങ്കളുടെ മകൾ അമാനയെ ഈ സ്വർണ്ണാഭരണം മഹർ നിശ്ചയിച്ചുകൊണ്ട് എനിക്ക് വിവാഹം ചെയ്തു തന്നത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു.